സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നമ്മളെ ചാനലിൽ വീഡിയോ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ മുണ്ടത്തിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രാൻസ് ചേട്ടൻ്റെ ആടിൻ്റെ വീഡിയോകളും തീറ്റ കൊടുക്കുന്ന വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ചാനലിലിരുന്നത്. അപ്പോൾ നമ്മളെ ഫ്രാൻസ് ചേട്ടൻ തീറ്റയിൽ മിക്സ് ചെയ്യുന്ന രീതി, ചോളം അതുപോലെ തന്നെ അരി ഗോതമ്പ് എല്ലാം കൂടി വേവിച്ച് അതിൻ്റെ കൂടെ പരുത്തിപ്പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, തേങ്ങാപ്പിണ്ണാക്ക്, ഇച്ചിരി ഗോതമ്പ് പൊടിയും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ് പുള്ളി ആടുകൾക്ക് കൊടുക്കുന്നത്. പുള്ളിയുടെ ആട് വളർത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രായമുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, ഈ പ്രായത്തിലും ഈ ഇതിനോടുള്ള സ്നേഹം കൊണ്ടാണ് പുള്ളി ഇത് വളർത്തുന്നത്. അപ്പോൾ ആട് വളർത്തുന്ന രീതി ഞാൻ ഏറ്റവും കൂടുതൽ വൈറ്റ് ബീറ്റിൽ വളർത്തുന്നതെന്ന് പറയാൻ കാരണം എൻ്റെ ഒരു അറിവിൽ ഇത്രയധികം ഫീമെയിൽസും അതുപോലെ തന്നെ നല്ല മെയിലും ഉള്ളത്, വൈറ്റ് ബീറ്റിൽ മെയിലുള്ളത് പുള്ളിയുടെ കയ്യിലാണ്. വേറെ ഒന്നും ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല. അത്യാവശ്യം പേരൻറ് സ്റ്റോക്ക് പുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ആടുകളാണ് നിൽക്കുന്നത്. നല്ല വൈറ്റ് ബീറ്റിൽ ഫീമെയിൽസ്, ഒന്നോ രണ്ടോ ഫീമെയിൽസ് ബ്ലാക്ക് ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് വൈറ്റ് ബീറ്റിലാണ്. അത്യാവശ്യം കുഞ്ഞുങ്ങൾ തന്നെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് പുള്ളിക്ക്. നല്ല ടോപ്പ് ക്വാളിറ്റി കുഞ്ഞുങ്ങളാണ് പുള്ളിയുടെ കയ്യിൽ നിലവിലിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിലും 60 വയസ്സ് കഴിഞ്ഞ് പുള്ളിക്ക്, അപ്പോൾ ഈ പ്രായത്തിലും പുള്ളി ഈ ഫീൽഡിൽ നിൽപ്പുണ്ടല്ലോ. നല്ലൊരു കർഷകൻ തന്നെ പറയാം പുള്ളിനെ. ഈ പ്രായത്തിലും പുള്ളി ഈ ആടിനെ പരിപാലിച്ചാണ് എല്ലാ കാര്യങ്ങളും, പുള്ളിയുടെ വീട്ടിലെ കാര്യങ്ങളും പുള്ളിയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്യുന്നത്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഇതിൽ പുള്ളിക്ക് ഈ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിലും ആട് വളർത്തലിൽ പുള്ളിയുടെ ആടുകൾ ഒരു ക്ഷീണം പോലും എൻ്റെ നോട്ടത്തിൽ, എൻ്റെ കാഴ്ചപ്പാടിലില്ല. കുഞ്ഞുങ്ങളായിക്കോട്ടെ, അതുപോലെ തള്ളാടുകൾ, അതിൻ്റെ തള്ളകളായിക്കോട്ടെ, അതുപോലെ മുട്ടനാടുകളായിക്കോട്ടെ. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി ആട് കൊടുക്കുന്ന റേറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ രീതി എന്ന് പറഞ്ഞാൽ പെർ കെ ജി ഇപ്പോൾ 1200 രൂപ വരെ പുള്ളി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളി അതിലും മുകളിലോട്ട് ആടുകളെ, ഇപ്പോൾ ഈ പുള്ളിയുടെ കൂട്ടിൽ അതിലും മുകളിലോട്ടുള്ള വിലക്കുള്ള വൈറ്റ് ബീറ്റിൽ പെണ്ണാടുകളെ പുള്ളി കൂട്ടിലെടുത്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് ഒരു ഫീമെയിൽ പുള്ളി എനിക്കൊരു വീഡിയോ ഇട്ടാണ്. 60,000 രൂപ 65,000 രൂപ വിലക്കാണ് ഒരു ഫീമെയിൽ പുള്ളി എടുത്തിട്ടുള്ളത്. ആ ഫീമെയിലിനെ ഞാൻ നേരിട്ട് കണ്ടായിരുന്നു. നല്ല ആടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരാടാണ്. അത് കൊല്ലത്ത് പുള്ളി ആടിനെ മേയാൻ വിടുന്നത് പുള്ളിയുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒത്തിരി ദൂരം ഈ ആടുകളെല്ലാം ഇറക്കി ഈ പ്രായത്തിലും പുള്ളി ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറി കൊണ്ടുപോയി അവിടെയാണ് ഈ ആടുകളെല്ലാം മേയാൻ വിടുന്നത്. അവിടുന്ന് ഒരു 2 മണിക്കൂറോളം അവരുടെ കൂടെ പുള്ളി ആണ് അവരോട് സംസാരിച്ചും ചിരിച്ചും കളിച്ചും നടന്നൊക്കെയാണ് അവരുടെ കൂടെയാണ് പുള്ളി സ്പെൻഡ് ചെയ്യുന്നത് ആ 2 മണിക്കൂർ ഫുള്ളായിട്ട്. അപ്പോൾ പുള്ളിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആട് വളർത്തലിലൂടെയാണ് പുള്ളിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോകുന്നത്. ഞാൻ മുന്നേയും പറഞ്ഞായിരുന്നു, മുന്നത്തെ വോയിസിലും ഞാൻ കേൾക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഈ ഫീൽഡിലോട്ട് നല്ല രീതിയിൽ ഇതേപോലെ ആടിനെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരാൻ ചാൻസ് കുറവാണ്. ഇത് കണ്ടില്ലേ, കുന്നിൻ്റെ മുകളിലാണ് ഈ പെണ്ണാടുകളെല്ലാം നടക്കുന്നത്. താഴെ റോഡാണ്, തൊട്ടപ്പുറത്തൊരു കനാലാണ്. അപ്പോൾ ഈ രീതിയിലാണ് പുള്ളി ആടിനെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നത്. ഈ പ്രായത്തിലും 60 വയസ്സ് പ്രായത്തിലാണ് പുള്ളി ഈ ആടുകളെ നല്ല രീതിയിൽ പരിപാലിക്കുന്നത്. അവരോടുള്ള സ്നേഹം ഒന്ന് കാണണം, നേരിട്ട് കണ്ടാലാണ് എല്ലാവർക്കും മനസ്സിലാവത്തുള്ളത് എന്താണ്, ഇതെങ്ങനെയാണ് ഈ രീതിയിലൊക്കെ ഈ ആട് വളർന്നു വരുന്നതൊക്കെ നേരിട്ട് നമ്മളെല്ലാവരും കണ്ട് ബോധ്യപ്പെട്ടാലേ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുള്ളൂ. പെണ്ണാടുകളൊക്കെ ഒരു 50 കിലോ പ്ലസ് മുകളിലോട്ടുള്ള പെണ്ണാടുകളാണ് എല്ലാം നിൽക്കുന്നത്. 50, 60 ആ റേഞ്ചിൽ, 65 ആ റേഞ്ച് വെയിറ്റുള്ള ഫീമെയിൽസാണ് എല്ലാം നിൽക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ സ്ഥലം ഒന്നും കൂടി ഞാൻ പറയാണ്, തൃശ്ശൂർ ജില്ലയിൽ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് മുണ്ടത്തിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെ ഫ്രണ്ട്സ് ചേട്ടൻ്റെ വീടും സ്ഥലമെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങൾ വൈറ്റ് ബീറ്റിലെ ആടുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പുള്ളിനെ കോൺടാക്റ്റ് ചെയ്യുക. പുള്ളിയോട് അതിൻ്റെ ഡീറ്റെയിൽ മുഴുവൻ ചോദിച്ച് നിങ്ങൾ നേരിട്ട് ചെന്ന് കണ്ട് ബോധ്യപ്പെട്ട് എടുക്കുക. തുടക്കത്തിലൊരു വീഡിയോ നമ്മൾ ആദ്യമായി ചെയ്യുന്നത്, എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, പൊങ്കാലിടാൻ വരരുത്. ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്, ആദ്യമായിട്ടാണ് ഒരു കർഷകൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്യുന്നത്. എല്ലാവർക്കും ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോസ് വന്ന് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് എടുത്ത് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാനിതുപോലെ നമ്മളെ ചാനലിൽ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പറും നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫുൾ ഡീറ്റെയിലും വെച്ച് നമ്മൾ അത് കൊടുക്കും. അത് ഏത് ബ്രീഡാണെന്നുണ്ടെങ്കിൽ ആ ബ്രീഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രീഡ്, ഇന്ന ബ്രീഡൊന്നുമില്ല. കേരളത്തിൽ ചിലപ്പോൾ നാടൻ വളർത്തുന്ന ആൾക്കാരുണ്ടാവും, അതൊന്നും ഒരു കുറവായിട്ട് ആരും കാണണ്ട. നിങ്ങൾ ആട് വളർത്തുന്ന രീതി എന്തൊക്കെയാണ്, നിങ്ങളുടെ ഒരു ദിവസത്തെ ആട് വളർത്തുന്ന രീതി ഏതല്ല, എങ്ങനെയാണ്
എന്നുള്ള രീതിയിൽ മൊത്തം ഒരു ഫുൾ ഡീറ്റെയിൽ എടുത്തിട്ടൊരു വീഡിയോ അയച്ചു തരും. അതാണ് നമ്മളെ ഫ്രണ്ട്സ് ഏട്ടൻ. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയട്ടോ ഫ്രണ്ട്സ് ഏട്ടനെ. ഇന്ന് കേരളത്തിൽ ഫ്രണ്ട്സ് ഏട്ടനെ അറിയാൻ പറ്റാത്ത ആൾക്കാരില്ല എന്നും പറയാം. പിന്നെ പുള്ളിക്ക് വീഡിയോ എടുക്കാൻ വലിയ വശമില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇത്രയും പ്രായമായല്ലോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഇതുപോലുള്ള നല്ല വീഡിയോസുകൾ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമുക്ക് വീഡിയോസ് അയച്ചു തരിക. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറയുക. അപ്പോൾ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിടും. അപ്പോൾ നന്ദി, നമസ്കാരം.